ഷാരോൺ രാജ് വധക്കേസിൽ പെൺസുഹൃത്ത് ഗ്രീഷ്മ കുറ്റക്കാരി. ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ടു. അമ്മാവൻ നിർമ്മലകുമാരൻ നായർ കുറ്റക്കാരൻ. വിഷം കലർത്തിയ കഷായം കുടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന് കോടതി. ശിക്ഷാവിധി നാളെ. സിന്ധുവിന്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നുള്ളത് ഞങ്ങൾ തിരക്കും. എന്റെ കേസിന്റെ പിന്നാലെ ഞങ്ങൾ വീണ്ടും പോകും. അമ്മയെയും ശിക്ഷിക്കണമെന്ന് ഷാരോൺ രാജിന്റെ മാതാപിതാക്കൾ അപ്പീൽ നൽകും. ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെടുമെന്ന് പ്രോസിക്യൂഷൻ. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഇതിനകത്തുണ്ട്. അത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇനിയൊരു വിലയിരുത്തലും കൂടെ നടത്തണം. കേന്ദ്രത്തെ കടന്നാക്രമിക്കാത്ത നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കി പുതിയ ഗവർണറുമായി സർക്കാരിന്റെ അനുനയം. സാമ്പത്തിക മേഖലയിൽ കേന്ദ്ര നയങ്ങൾ സംസ്ഥാനത്തിന് വെല്ലുവിളിയെന്ന മൃദു വിമർശനം മാത്രം. നവകേരള സൃഷ്ടിക്ക് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് നയപ്രഖ്യാപനം. To take an encouraging and positive view of this. My government regards the benefits of welfare programs as the basic right of the recipients. ഋതുവിൻ്റെ ചെറുപ്പത്തിലെ ഋതുവിന് ഇങ്ങനെ ചെറിയ ഇതൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴാണ് കൂടുതലും അതിനെക്കുറിച്ച് നമ്മൾ അറിയാൻ കഴിയുന്നത്. പോലീസിൻ്റെ 2-3 കേസുകളിൽ പ്രതിയാണെന്നും ആ പ്രദേശത്ത് ഋതുവിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. എറണാകുളം ചേന്നമംഗലത്ത് ഒരു വീട്ടിലെ 3 പേരെ അടിച്ചുകൊന്ന ഋതു ജയൻ സ്ഥിരം പ്രശ്നക്കാരൻ. കേസുകളിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നത് മാനസിക രോഗിയെന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച്. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ജിതിൻ ഗുരുതരാവസ്ഥയിൽ. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സംസ്കാരം ഇന്ന്. മഹാസമാധി ഘോഷയാത്ര നടത്താൻ കുടുംബവും വിവിധ സംഘടനകളും. കല്ലറയിരുന്ന സ്ഥലത്ത് തന്നെ സമാധിയിരുത്തും. മുഖ്യമന്ത്രിയെ സ്തുതിക്കുന്ന പാട്ടിനിടെ പ്രസ്ഥാനത്തെ പുകഴ്ത്തുന്ന വിപ്ലവഗാനം പങ്കുവച്ച് പി ജയരാജൻ. ചങ്കിലെ ചെങ്കൊടി പിണറായിക്കുള്ള മറുപടിയെന്ന് ചർച്ചകൾ. വിശകലനങ്ങളിൽ കാര്യമില്ലെന്ന് പി ജയരാജൻ. നടൻ സെയ്ഫ് അലിഖാനെ കുത്തിപ്പരിക്കേൽപ്പിച്ചയാൾ പിടിയിൽ. ബാന്ദ്ര സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുന്നു. സെയ്ഫിന് 2 ദിവസത്തിനകം ആശുപത്രി വിടാനാകും. വിഷയം രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം. ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കുറ്റങ്ങളാണ് തെളിഞ്ഞിരിക്കുന്നത്. നാളെയാണ് ശിക്ഷ വിധിക്കുന്നത്. ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. എന്നാൽ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ തെളിവുകളുടെ അഭാവത്തിൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി കോടതി വെറുതെ വിട്ടു. കളനാശിനി റബ്ബർ പുരയിടത്തിലേക്ക് വലിച്ചെറിഞ്ഞു എന്നതാണ് ഗ്രീഷ്മയുടെ അമ്മ ചെയ്ത കുറ്റം. ചാർജ് അനുസരിച്ച് 1-ാം പ്രതിക്ക് മാത്രമാണ് ചാർജ് ഈ കൊലപാതക കുറ്റത്തിന് കൊടുത്തിരുന്നത്. പിന്നെ ബാക്കി 2-ാം പ്രതിക്കും 3-ാം പ്രതിക്കും കൊടുത്തിരുന്നത് തെളിവ് നശിപ്പിക്കലിനും മാത്രമാണ്. അപ്പൊ അതില് 2-ാം പ്രതി സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു. അത് തെളിവ് നശിപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എവിഡൻസിന്റെ അഭാവമാണ്. 3-ാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം തെളിവ് നശിപ്പിക്കലിന് കുറ്റക്കാരനാണെന്ന് കണ്ടു. അതേസമയം 1-ാം പ്രതി ഗ്രീഷ്മയെ തട്ടിക്കൊണ്ടുപോകലിനും അതുപോലെ വിഷം കൊടുത്തതിനും വിഷം കൊടുത്ത് കൊലപാതകം നടത്തിയതിനും പിന്നെ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതും അന്വേഷണ വേളയിലും അല്ലാതെയും തെറ്റിദ്ധരിപ്പിച്ചതിനുമാണ് ഇപ്പോൾ കോടതി കുറ്റക്കാരി എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. നാളെ ഈ ശിക്ഷയിന്മേലുള്ള വാദം കേൾക്കുന്നതിന് വേണ്ടി വിചാരണ വച്ചിരിക്കുകയാണ്. ഏകദേശം 500-ലേറെ പേജുകളുള്ള ഒരു വിധിന്യായമാണ് ഇന്ന് തയ്യാറാക്കി ജഡ്ജി ഈ കോടതി ഇന്നത് ശിക്ഷ പ്രഖ്യാപിച്ചത്. കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയ ഗ്രീഷ്മ ജാമ്യത്തിലായിരുന്നു. കോടതിയിൽ എത്തിയിരുന്നു. വിധി വന്ന ഉടനെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലേക്കാണ് ഗ്രീഷ്മയെ മാറ്റുന്നത്. അല്പസമയം മുമ്പ് കേട്ടത് പ്രോസിക്യൂഷന്റെ പ്രതികരണമാണ്. ഷാരോൺ രാജിന്റെ മാതാപിതാക്കളും വിധി വന്ന ഉടനെ പ്രതികരിച്ചു.
അമ്മ സിന്ധുവിന് കൂടി ശിക്ഷ നൽകേണ്ടതായിരുന്നു എന്നാണ് ഷാരോൺ രാജിന്റെ കുടുംബത്തിന്റെ പ്രതികരണം. നാളെ വിധി വന്ന ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നാണ് രക്ഷിതാക്കൾ പറഞ്ഞത്. അവിടെ അമ്മയും കുറ്റക്കാരിയല്ലേ, പിന്നെ എന്തിനു വെറുതെ വിട്ടത്? അവിടെ അമ്മയും കൂടെ ചേർന്നല്ലേ എല്ലാം ചെയ്തത്. അവളെയും വെറുതെ വിടരുതായിരുന്നു. അവർക്കും ശിക്ഷ കൊടുക്കണം, 3 പേർക്ക് ശിക്ഷ കൊടുക്കണമായിരുന്നു. കോട്ടത്തിൽ ശക്തമായി നിന്നിട്ടുണ്ട് കോടതി. അതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അവളെ ശിക്ഷിച്ചതിൽ. പക്ഷേ സിന്ധുവിൻ്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നുള്ളത് ഞങ്ങൾ തിരക്കും. എൻ്റെ കേസിൻ്റെ പിന്നാലെ ഞങ്ങൾ വീണ്ടും പോകും ഹൈക്കോടതി. ഇതാണ് ഷാരോൺ രാജിന്റെ മാതാപിതാക്കളുടെ പ്രതികരണം. കൂടുതൽ വിവരങ്ങൾ നൽകാൻ വി വിനോദ് ചേരുകയാണ്. വിനോദ്, പ്രോസിക്യൂഷൻ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. തെളിവുകളുടെ കണ്ടെത്തൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എന്തായാലും പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. ഒരു കാര്യത്തിൽ മാത്രം 2ാം പ്രതിയായിരുന്ന അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടിരിക്കുകയാണ്. എന്താണ് ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷനും ഇപ്പോൾ പറയുന്നത്? തെളിവുകൾ ഹാജരാക്കാൻ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചതാണോ? മഞ്ജുഷ, നമുക്ക് ഈ കേസിന്റെ ഇന്നത്തെ വിധി അല്ലെങ്കിൽ ഇവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുമ്പോൾ അത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിൽ ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടുക എന്നത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. പ്രോസിക്യൂഷൻ പറയുന്നതും അത് തന്നെയാണ്. ഈ വിധി സ്വാഗതാർഹമാണ്. പക്ഷേ 2ാം പ്രതി ഗ്രീഷ്മയുടെ അമ്മ സിന്ധു ഈ തെളിവ് നശിപ്പിക്കൽ എന്ന ഒരു കുറ്റമാണ് നേരത്തെ ചുമത്തിയിരുന്നത്. പക്ഷേ അതിന് തെളിവുകളില്ല. അവർ അങ്ങനെ ആ ഒരു കുറ്റം ചെയ്തു എന്നതിന് സാക്ഷികളോ മറ്റ് തെളിവുകളോ ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതെ പോയ സാഹചര്യത്തിൽ അവരെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ എടുത്തു കാണേണ്ട ഒരു കാര്യം, ഗ്രീഷ്മയ്ക്കെതിരെ ചുമത്തിയ കൊലക്കുറ്റം, ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങി 4 വകുപ്പുകൾ, ഈ 4 കുറ്റങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നത്. പരമാവധി ശിക്ഷ നൽകണം എന്ന കാര്യം വീട്ടുകാർ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഷാരോണിന്റെ മറ്റ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നു, പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നു. നാളെ വീണ്ടും കോടതി ചേരുമ്പോൾ ഈ കാര്യമായിരിക്കും പ്രോസിക്യൂഷൻ ഉന്നയിക്കുക. നിർമ്മലകുമാരൻ നായർ, അത് ഗ്രീഷ്മയുടെ അമ്മാവനാണ്. ഈ അമ്മാവനാണ് പാരാക്യൂട്ട് എന്ന് പറയുന്ന ഈ കളനാശിനി വാങ്ങിക്കൊണ്ടുവരുന്നത്. അതിനുശേഷം ഇത് ഉപയോഗിച്ച് വലിച്ചെറിയുകയും അത് വീടിനടുത്തേക്ക് ഒരു പറമ്പിൽ വലിച്ചെറിഞ്ഞത് ഗ്രീഷ്മയുടെ അമ്മ എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അന്വേഷണ സംഘം കോടതിയെ ധരിപ്പിച്ചത്. പക്ഷേ അതിന് തെളിവില്ലായിരുന്നു. എന്നാൽ നിർമ്മലകുമാരൻ നായർ ഇത് പിന്നീട് സമീപത്തെ കുളത്തിന് സമീപമുള്ള ഒരു കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടിടുകയും അത് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിൽ അത് സമ്മതിക്കുകയും ഇത് വാങ്ങിയ കടയിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ കുറ്റം ചെയ്തു എന്ന ഒരു കാര്യം അതിലേക്ക് വരുന്നത്. മാത്രമല്ല, തെളിവ് നശിപ്പിക്കുന്നതിന് ശ്രമിച്ചു എന്നത് സ്ഥിരീകരിക്കാനും അത് കോടതിയിൽ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞു. അങ്ങനെയാണ് 1ഉം 3ഉം പ്രതികൾ ഈ കേസിൽ കുറ്റക്കാരാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നത്. ഇതിൻ്റെ ഒരു നാൾ വഴി പരിശോധിച്ചാൽ മജിസ്ട്രേറ്റിന് മുന്നിൽ പോലും ഗ്രീഷ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മൊഴി ഷാരോൺ നൽകിയിരുന്നില്ല. ഒരുപക്ഷെ ഈ കേസിൽ അതൊരു തിരിച്ചടിയാകുമോ എന്ന് പോലും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷേ മാതാപിതാക്കളോടും പ്രത്യേകിച്ച് പിതാവിനോടും സഹോദരനോടുമൊക്കെയും അവസാന നിമിഷത്തിൽ ഷാരോൺ പറഞ്ഞു തനിക്ക് തൻ്റെ ഉള്ളിൽ വിഷം പോയിട്ടുണ്ട്, ഗ്രീഷ്മയെ സംശയിക്കുന്നു എന്ന തരത്തിൽ, ഗ്രീഷ്മയാണ് ഇത് ചെയ്തത് എന്ന് കരുതുന്നു എന്ന തരത്തിൽ കരഞ്ഞുകൊണ്ട് ഏറ്റവും ഒടുവിൽ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അവരുടെ മൊഴി ഈ കേസിൽ അതിനിർണായകമായി. ഷാരോൺ അവിടെ പോകുന്നത് തന്നെ, ഗ്രീഷ്മയുടെ വീട്ടിലോട്ട് പോകുന്നത് തന്നെ മറ്റൊരു സുഹൃത്തിൻ്റെ ബൈക്കിലാണ്. ഈ സുഹൃത്തിൻ്റെ മൊഴി, ഷാരോൺ തിരിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പച്ചക്കള്ളലിൽ ഛർദ്ദിച്ചു എന്ന ഒരു നിർണായകമായ മൊഴി, അതൊക്കെ തന്നെയാണ് ഈ കൊടും കുറ്റം തെളിയുന്നതിലേക്ക് മാറിയ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചത്. ശരി വിനോദ്, എന്തായാലും ഇക്കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ അവരും പ്രത്യേകം അഭിനന്ദനം അർഹിക്കുകയാണ്. ഒപ്പം പ്രോസിക്യൂഷനും. വ്യക്തമായ തെളിവുകൾ കുറവായ ഒരു കേസായിരുന്നു ഇത്. ശാസ്ത്രീയമായ തെളിവുകളെ അടിസ്ഥാനത്തിലാണ് കുറ്റകൃത്യം തെളിയിക്കാൻ കഴിഞ്ഞതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. കടുത്ത വെല്ലുവിളിയായിരുന്നു കേസ് അന്വേഷണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. ഇത് വളരെ സങ്കീർണമായ ഒരു കേസാണ്. അതിന് തുടക്കം മുതലേ പോലീസ് അന്വേഷണത്തിൽ പല രീതിയിലുള്ള വെല്ലുവിളികളും നേരിട്ടിരുന്നുവെങ്കിലും ശാസ്ത്രീയമായ തെളിവുകൾ പിന്തുടർന്നുകൊണ്ടുള്ള അന്വേഷണമാണ് ഒരു ഒടുവിൽ കോടതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിലെ ഏറ്റവും വലിയ ചലഞ്ചായിരുന്നത് ഇത് കേരളത്തിലാണോ നടന്നത്, തമിഴ്നാട്ടിലാണോ നടന്നത് എന്നുള്ള ഡിസ്പ്യൂട്ട് ആയിരുന്നു പ്രധാനമായിട്ടും. അതിന് നമ്മൾ ഈ കേസ് ചാർജ് ചെയ്യാൻ ഞാൻ അന്വേഷണം ഏറ്റെടുത്ത ശേഷം അതിനകത്ത് ഇതിൽ കേരളത്തിലാണ് ഇതിന്റെ സംഭവം നടന്നത്, കേരളത്തിൽ നിന്നും ഈ പയ്യനെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടാണ് ഈ മരണം നടത്തിയതെന്നുള്ളതിന്റെ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് അത് കോടതി അത് വിലയിരുത്തി
അത് ശരിയാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അതിനെതിരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവർക്ക് അത് സുപ്രീം കോടതി വരെ ചലഞ്ച് ചെയ്ത് പോയ കേസാണ്. സുപ്രീം കോടതി വരെ പോയിട്ടും അതിനെ അവർക്ക് തിരിച്ച് ട്രയൽ കോടതിയിൽ വരികയും ട്രയൽ കോടതി അത് അംഗീകരിച്ചുകൊണ്ട് നല്ലൊരു വിജയമാണ് നൽകിയത്. ഇത് പ്രോസിക്യൂഷന്റെ വിജയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രീ വിനീത് സാറ്, നമ്മുടെ ടീം അംഗങ്ങളായ ശ്രീ ജോൺസൺ, ജാസിത്ത്, കേസ് എഴുതിയ ഷാജഹാൻ, അതുപോലെ അസിസ്റ്റ് ചെയ്ത ബാക്കി ഷിൻലാൽ തുടങ്ങിയ എല്ലാവരുടെയും കൂടെ കൂട്ടായ ഒരു വിജയമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഈ കേസിൽ നിയമ പോരാട്ടം നടത്തിയയാളാണ് ഷാരോൺ രാജിന്റെ സഹോദരന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ഒപ്പം ഷാരോൺ രാജിന്റെ അമ്മാവന്റെ പ്രതികരണവുമുണ്ട്. അതിലേക്ക് വിധിയിൽ ഞങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ്. രണ്ടാം പ്രതി ഗ്രീഷ്മയുടെ അമ്മയെ സിന്ധുവിനെ വെറുതെ വിട്ടതിൽ ഒരു ചെറിയ നിരാശ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങൾ സംതൃപ്തരാണ്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതല്ലേ 22 വയസ്സുകാരനെ ഒരു പ്രേമിച്ചവള്, അതായത് പ്രണയിച്ചവള്, ജീവനതുല്യം പ്രണയിച്ചവള് കഷായത്തിൽ വിഷം കലർത്തി കൊന്നു എന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ മാത്രമല്ല നാടിനെ ആകെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. അത് ഞങ്ങൾ വളരെയധികം എന്റെ സഹോദരിയുടെ, അതായത് ഇവന്റെ പപ്പ, ഷാരൂണിന്റെ പപ്പ സ്ട്രോക്കായി ഇപ്പോൾ ഒരു സൈഡ് തളർന്നാണ് കിടക്കുന്നത്. അത്രയ്ക്ക് ആ കുടുംബം തകർന്നുപോയി. ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടും. കാരണം 2022 ജൂൺ മാസം 11-ാം തീയതിയാണ് ഇവൾ ഓവർഡോസ് ആയിട്ട് പാരസെറ്റമോൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ കോൺസിക്വൻസസ് സെർച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഏതാണ്ട് 2022 6-ാം മാസം മുതൽ ഈ 10-ാം മാസം 14-ാം തീയതി വരെ ഇങ്ങനെ ഓരോ വിഷത്തിന്റെ സെർച്ചും കാര്യങ്ങളും ഇവന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 4.5 മാസത്തെ ഒരു പ്ലാനിംഗ് ഉണ്ടല്ലോ, ഒരു പ്ലാൻ ചെയ്ത ഒരു മർഡറാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു റയറസ്റ്റ് ഓഫ് റയർ കേസിൽ പരിഗണിച്ച് വധശിക്ഷ അങ്ങേയറ്റത്തെ ശിക്ഷ, നമ്മൾ വധശിക്ഷയെന്ന് നമ്മൾ പറയാൻ പാടില്ല, അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന സംഭവമാണ്. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ 1-ാം പ്രതിക്ക് 4 വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾ പൂർണ്ണ തൃപ്തരാണ്. അതുപോലെ 3-ാം പ്രതിനെ തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായിട്ട് 3-ാം പ്രതിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ കോടതി വിധിയായിട്ട് ഞങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചിരുന്നു അമ്മയുടെ അറസ്റ്റ്. പക്ഷേ ഇപ്പോൾ കോടതി വിധിയെ പൂർണ്ണമായിട്ട് ഞങ്ങൾ അംഗീകരിക്കുകയാണ്. ബാക്കി ഇനി ശിക്ഷ വിധിക്കട്ടെ. തീർച്ചയായിട്ടും അത് കാരണം ഇതിപ്പോൾ അതിന്റെ തലേദിവസം തുടങ്ങിയ ഒരു പ്രവൃത്തിയല്ല. ഇതിനു മുമ്പും പാരസെറ്റമോൾ കലക്കിയിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 6 മന്തോളം പ്ലാൻ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഒരു കൊലപാതകമാണ്. അപ്പോൾ അതിനു വേണ്ടുള്ള എല്ലാ തെളിവുകളും, ഡിജിറ്റൽ തെളിവും എല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ മെഡിക്കൽ തെളിവാണ് മെയിനായിട്ട് ഇതിൽ വന്നിട്ടുള്ള. മെഡിക്കൽ തെളിവും പിന്നെ ഡിജിറ്റൽ തെളിവും ആണ് മെയിൻ. അതെ, കള്ളം പറഞ്ഞ് ഞങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് ഞങ്ങൾ അതിലോട്ട് എത്താതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവന് ചികിത്സ കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമായിരുന്നു ഗ്രീഷ്മ നടത്തിയത്. അങ്ങനെ തന്നെയാണ് എൻ്റെ അനിയൻ ഇങ്ങനെ സംഭവിച്ചത്. ഷാരോൺ രാജിന്റെ അമ്മാവിന്റെയും തുടർന്ന് സഹോദരന്റെയും പ്രതികരണമാണ് കേട്ടത്. ഷാരോൺ രാജിന്റെ മുറി ഇന്നും അതേപോലെ തന്നെ കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ് കുടുംബം. ഷാരോൺ രാജിന്റെ മുറിയിലേക്ക് കടന്ന അമ്മ സിന്ധുവിന് ഒന്നും പറയാനായില്ല. വൈകാരിക നിമിഷങ്ങളാണ് ആ വീട്ടിൽ. ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി വിധിക്കുമ്പോൾ ഷാരോണിന്റെ ആത്മാവ് ഇപ്പോഴും ഉണ്ടെന്ന് ഈ കുടുംബം വിശ്വസിക്കുന്ന മുറിക്ക് മുമ്പിൽ, പാറശാലയിലുള്ള ഷാരോൺ രാജിന്റെ വീടിനുള്ളിലെ 2-ാം നിലയിലെ മുറിക്ക് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതാണ് ഷാരോൺ രാജിന്റെ, അവൻ ചെറുപ്പം മുതൽ ചെലവഴിച്ചിരുന്ന മുറി. ഇപ്പോഴും ഷാരോൺ രാജ് അവിടെ ഉണ്ടെന്ന വിശ്വാസത്തിൽ ആ മുറി അങ്ങനെ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഷാരോണിന്റെ അമ്മയും അച്ഛനും. വൈകാരികമായ കാഴ്ചകൾ തന്നെയാണ് ഈ മുറിക്കുള്ളിൽ ഇപ്പോഴുമുള്ളത്. ഞാൻ ഈ ഒരു ഘട്ടത്തിൽ മാതാപിതാക്കളോട് നമുക്ക് ഷാരോണിന്റെ ഓർമ്മകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഈ മുറിയെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ വിതുമ്പിക്കൊണ്ട് വേദന മാത്രമാണ് അവരുടെ ഓരോ വാക്കുകളിലും പങ്കുവെക്കാനുള്ളത്. അമ്മേ, ഷാരോൺ ജീവിച്ചതും ജനിച്ചതും എല്ലാം ഈ മുറിക്കുള്ളിലാണ്. ഈ വീട്ടിൽ എന്നെ പൊന്നു കളിച്ചു വളർന്ന വീട്, എപ്പോഴും ഓടിച്ചാടി കളിച്ചോണ്ടിരുന്ന എന്റെ പൊന്നു മോൻ. അവൻ കുഞ്ഞുനാളില് ഇവിടെ തന്നെ എന്റെ പൊന്നു മോനെ ഇപ്പൊ ഇവിടെ ഇരുന്ന് റൂമിലിരുന്ന് പഠിച്ചോണ്ടിരിക്കും. ഞാൻ നോക്കുമ്പോഴേ എന്റെ പൊന്നു മോ, എന്റെ ജിയോ മോനെ, എന്റെ ജിയോ മോനെ, എന്റെ ജിയോ മോനെ. ഞാൻ വിളിക്കുന്ന വിളിയല്ലേ എന്റെ ജിയോ മോനെ എന്ന്. എന്റെ പൊന്നു മോ എവിടെ, എന്റെ പൊന്നു മോനെ. അയ്യോ, എന്റെ പൊന്നു മോനെ ഇവിടെ ഇരുന്ന് പഠിച്ചോണ്ടിരിക്കുന്നു.
അയ്യോ എന്റെ പൊന്നുമോൻ, ഏത് ഇഷ്ടത്തി എന്റെ പൊന്നുമോനെ ചതിച്ച് അയ്യോ കൊന്നില്ലേ. അയ്യോ എന്റെ അവന്റെ ഈ അലമാരിയിലായിരുന്നു അവന്റെ വസ്ത്രങ്ങളൊക്കെ. അതെ, അവൻ അവിടെ അതിനകത്ത് തന്നെ വെച്ചിരിക്കുന്നത്. അയ്യോ എന്റെ പൊന്നുമോനെ, എന്റെ പൊന്നുമോനെ, എന്റെ പൊന്നുമോനെ ഇങ്ങനെ വന്നല്ലോ എന്റെ ജീവനെ. തികച്ചും വൈകാരികമായ രംഗങ്ങളാണ് ഇത്. ഷാരോൺ രാജിന്റെ മുറി, ഷാരോൺ രാജിന്റെ വസ്ത്രങ്ങളൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ സൂക്ഷിച്ചിരിക്കുന്ന ഈ വീടിന്റെ ഷാരോൺ രാജിന്റെ മുറിക്കുള്ളിലെ അലമാരിയാണിത്. ഷാരോൺ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, അവസാന സമയങ്ങളിലൊക്കെ ധരിച്ചിരുന്ന വസ്ത്രങ്ങളടക്കം ഈ മുറിക്കുള്ളിൽ ഇപ്പോഴുമുണ്ട്. ആ ഓർമ്മകൾക്ക് നടുവിലാണ്, ആ വൈകാരികമായ വേദന ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് ഷാരോൺ രാജിന്റെ അമ്മ നമുക്കൊരു ചോദ്യം പോലും ചോദിക്കാൻ കഴിയാത്ത തരത്തിൽ കരഞ്ഞുകൊണ്ട് മാത്രം ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം തരുന്ന വളരെ വൈകാരികമായ ഒരു അവസരം. അവിടെ ആ അമ്മയോട് കൂടുതൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അനുചിതമാണ്. അതുകൊണ്ട് ഞാൻ ഒരു ചോദ്യങ്ങളിലേക്കും പോകുന്നില്ല. ഈ മുറിക്കുള്ളിൽ ഷാരോൺ രാജിന്റെ ആത്മാവ് കൂട്ടായി അവർക്കൊപ്പം ഇപ്പോഴും ഉണ്ട് എന്ന ഒരു ആശ്വാസത്തിൽ, ആ ഒരു ഏക ആശ്വാസത്തിൽ ഈ കുടുംബം മുമ്പോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഈ കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്ന വിധി വരുന്നത്. ബാക്കി ശിക്ഷ വിധിക്കുമ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഏത് തുടർ നീക്കങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ കാത്തിരുന്ന് കാണാം. ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ഗ്രീഷ്മയുടെ അമ്മയും കുറ്റക്കാരിയാണ് എന്ന് വിധിക്കേണ്ട സാഹചര്യം വരും എന്ന പ്രതീക്ഷയിലാണ് തങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്നാണ് വിതുമ്പിക്കൊണ്ട് ഷാരോൺ രാജിന്റെ അമ്മ പ്രിയ നമ്മളോട് അവരുടെ വേദന പങ്കുവെക്കുന്നത്. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഗ്രീഷ്മയ്ക്കും നിർമ്മലകുമാരൻ നായർക്കുമുള്ള ശിക്ഷ എന്തായിരിക്കും? ശിക്ഷാവിധി നാളെയാണ്. മറ്റു വാർത്തകൾ കൂടി നോക്കാം. കേന്ദ്ര സർക്കാരിനെതിരെ മൃദുവായ വിമർശനങ്ങളുമായി നയപ്രഖ്യാപന പ്രസംഗം. കേന്ദ്രത്തിൽ നിന്നുള്ള സാമ്പത്തിക കൈമാറ്റത്തിലെ വിഹിതത്തിന്റെ കുറവ് സംസ്ഥാനത്തെ പണഞ്ഞെരുക്കത്തിലാക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട വിമർശനം. മേപ്പാടിയിൽ ദുരന്തത്തിൽപ്പെട്ടവരെ 1 വർഷത്തിനുള്ളിൽ ടൗൺഷിപ്പ് നിർമ്മിച്ച് പുനരധിവസിപ്പിക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നു. കേന്ദ്രത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ എഴുതിക്കൊടുത്താൽ അത് വായിക്കാനുള്ള പുതിയ ഗവർണറുടെ ധാർമ്മിക ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടാകണം രൂക്ഷ വിമർശനങ്ങൾ നയപ്രഖ്യാപനത്തിൽ നിന്ന് സർക്കാർ ഒഴിവാക്കി. ഗവർണറുമായി നല്ല ബന്ധത്തിൽ പോകാൻ സർക്കാർ ആഗ്രഹിക്കുന്നു എന്നതിന്റെ സൂചനയായും അതിനെ കാണണം. സ്വന്തമായി റവന്യൂ വരുമാനം സ്വരൂപിക്കാൻ സർക്കാർ ആത്മാർത്ഥ ശ്രമം നടത്തുമ്പോഴും GST നഷ്ടപരിഹാരം നിർത്തലാക്കിയതിലൂടെയും കുറഞ്ഞുവരുന്ന റവന്യൂ കമ്മി ഗ്രാന്റിന്റെയും ഫലമായി സംസ്ഥാനം സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുകയാണ്. Despite my government's best efforts to mobilize own revenue, Kerala has been facing stress on government finances because of the tapering of revenue deficit grants and cessation of GST compensation. In a detailed memorandum presented to the 16th Finance Commission, which had visited the state in December 2024 and held discussion with my government, the problems faced by the state have been highlighted. സംസ്ഥാനത്തെ നീറുന്ന വിഷയമായ മനുഷ്യ വന്യജീവി സംഘർഷം നയപ്രഖ്യാപന പ്രസംഗത്തിലും ഇടം കണ്ടു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ സംസ്ഥാനം നയം രൂപീകരിക്കുകയാണ്. അടുത്ത വർഷം അത് നടപ്പാക്കുന്നതോടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രഖ്യാപനവും പ്രതീക്ഷയും. BJPയുടെ നയങ്ങൾക്കെതിരെയുള്ള പരോക്ഷ വിമർശനവും നയപ്രഖ്യാപനത്തിൽ സർക്കാർ ഉൾക്കൊള്ളിച്ചു. അതും ഗവർണർ വായിച്ചു. My government requests the union government to take an encouraging and positive view of this. My government regards the benefits of welfare programs as the basic right of the recipients, not as an act of benevolence of the authorities. In our vision, it is always citizens' right. നേരത്തെ നിയമസഭയിലെത്തിയ ഗവർണർക്ക് ഊഷ്മള സ്വീകരണമാണ് സർക്കാർ നൽകിയത്. മുഖ്യമന്ത്രിയും സ്പീക്കറും മന്ത്രിമാരും ചേർന്ന് ഗവർണറെ സ്വീകരിച്ചു, യാത്രയുമാക്കി. വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. എറണാകുളം ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ തലക്കടിച്ചു കൊന്ന കേസിലെ പ്രതി ഋതു കൊടും കുറ്റവാളിയാണെന്ന് പോലീസ്. ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രതി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് 3 പേരുടെയും മരണത്തിന് കാരണം. അതീവ ഗുരുതരാവസ്ഥയിലുള്ള ജിതിന്റെ ചികിത്സാ ചെലവിന് പഞ്ചായത്ത് പൊതുജനങ്ങളുടെ സഹായം തേടിയിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ 3 പേരെ അതിദാരുണമായി കൊലപ്പെടുത്തിയ വാർത്ത കേട്ട നടുക്കത്തിലാണ് ചേന്നമംഗലം ഗ്രാമം. നാളുകളായി തുടരുന്ന വാക്കുതർക്കമാണ് കൊടും ക്രൂരതയിൽ അവസാനിച്ചത്.
3 പേരുടെയും തലക്കേറ്റ ആഴത്തിലുള്ള മുറിവുകളാണ് മരണകാരണം. വേണുവിന്റെ തലയിൽ മാത്രം 6 തവണ അടിയേറ്റു. വിനിഷയുടെ തലയിൽ 8 സെന്റിമീറ്റർ നീളത്തിൽ മുറിവുണ്ട്. കൊലപാതക സമയത്ത് പ്രതി ലഹരിയിലല്ലായിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. സഹോദരിയെ കളിയാക്കിയതിലുള്ള ദേഷ്യമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതിയുടെ മൊഴി. ജിതിനെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ എത്തിയ പ്രതി ആദ്യം ആക്രമിച്ചത് വിനിഷയെ. ഇതിനു പിന്നാലെ വേണുവിനെയും ഉഷയെയും ആക്രമിച്ചു. ഒടുവിലാണ് ജിതിന്റെ തലക്കടിച്ചത്. ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രതി മനോരോഗത്തിന് ചികിത്സ തേടുന്നതിന്റെ ആനുകൂല്യത്തിലാണ് പല കേസുകളിൽ നിന്നും രക്ഷപ്പെട്ടത്. ഭീഷണിയെക്കുറിച്ച് പലതവണ പരാതി പറഞ്ഞിട്ടും ഋതുവിന്റെ കുടുംബം വേണ്ട രീതിയിൽ ഇടപെട്ടില്ലെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ലീന പറയുന്നത്. ഇത് ഋതുവിന്റെ ചെറുപ്പത്തിലെ ഋതുവിന് ഇങ്ങനെ ചെറിയ ഇതൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴാണ് കൂടുതലും അതിനെക്കുറിച്ച് നമ്മൾ അറിയാൻ കഴിയുന്നത്. പോലീസിന്റെ 2-3 കേസുകളിൽ പ്രതിയാണെന്നും ആ പ്രദേശത്ത് ഋതുവിന്റെ ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു തവണ ഇതിക്ക് മുന്നേ അവിടുത്തെ മെമ്പർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, അവരുടെ അധ്യക്ഷതയിലൊക്കെ ഇത് തീർത്തിട്ടുണ്ട്. പക്ഷെ വീണ്ടും പല പ്രശ്നങ്ങളുണ്ടായെങ്കിലും പഞ്ചായത്തിന്റെ പരാതി എത്തിയിട്ടുണ്ടായില്ല. പരിക്കേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ള ജിതിന് അടിയന്തര ശസ്ത്രക്രിയ നടത്തുന്നതിന് വലിയ സാമ്പത്തിക സഹായം ആവശ്യമാണ്. ഇതിനായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ചേന്നമംഗലം പഞ്ചായത്ത്. 1-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ വിനിഷയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് മാറ്റി. കൊലപാതകം നടന്ന വീട്ടിൽ പോലീസിന്റെ ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയായി. മുനമ്പം ഡിവൈഎസ്പി എസ് ജയകുമാറിന്റെ നേതൃത്വത്തിൽ 17-അംഗ സംഘം കേസ് അന്വേഷിക്കും. കൊടും കുറ്റവാളിയായ ഋതുവിനെതിരെ നാട്ടുകാരടക്കം പലതവണ പരാതികൾ പറഞ്ഞതാണ്. പക്ഷേ പോലീസിനാകട്ടെ കൃത്യമായൊരു നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. ഈ ദാരുണമായ കൊലപാതകം നടത്തിയത് 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുന്നിലാണെന്ന് മറക്കരുത്. ക്യാമറാമാൻ പ്രജിൻ കോങ്ങാടിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചുള്ള വാഴ്ത്തുപാട്ട് ചർച്ചയായിരിക്കെ ചങ്കിലെ ചെങ്കൊടി എന്ന ഗാനം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച് CPM നേതാവ് P. ജയരാജൻ. വാഴ്ത്തുപാട്ടിൽ മുഖ്യമന്ത്രിയെ വിശേഷിപ്പിക്കുന്നത് ചെമ്പടയ്ക്ക് കാവലാൾ എന്നാണെങ്കിൽ ചങ്കിലെ ചെങ്കൊടി പാട്ടിൽ അടിമുടി പാർട്ടിയാണ്. ചെഞ്ചോരപ്പൂച്ചെന്നണമങ്ങനെ ചെമ്മാനത്തിൽ പൂക്കട്ടെ, കരയും കടലും കാറ്റും പോളും ഇൻകുലാബിൽ വിറക്കട്ടെ. CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ചങ്കിലെ ചെങ്കൊടി എന്ന വിപ്ലവഗാനം പുറത്തിറക്കിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ച തളിപ്പറമ്പിൽ വെച്ച് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജാണ് ഗാനം പ്രകാശനം ചെയ്തത്. അണികൾ അന്നു മുതൽ ഗാനം സാമൂഹ്യമാധ്യമങ്ങളിൽ വ്യാപകമായി ഷെയർ ചെയ്തിരുന്നെങ്കിലും P. ജയരാജൻ പങ്കുവച്ചിരുന്നില്ല. മുഖ്യമന്ത്രിയെ പുകഴ്ത്തി വ്യാഴാഴ്ച സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ചടങ്ങിൽ ഗാനം ആലപിച്ചതിന് പിന്നാലെയാണ് P. ജയരാജൻ ചങ്കിലെ ചെങ്കൊടി എന്ന ഗാനം പങ്കുവച്ചത്. വാഴ്ത്തുപാട്ടിൽ ചെമ്പടയ്ക്ക് കാവലാളായാണ് മുഖ്യമന്ത്രിയെ വിശേഷിപ്പിച്ചിരിക്കുന്നതെങ്കിൽ ചങ്കിലെ ചെങ്കൊടിയിൽ പാർട്ടിയുടെ സമര ചരിത്രമാണ്. ഹൃദയമന്ത്രമാക്കിടാം. 2017 പുറച്ചേരി ഗ്രാമീണ കലാസമിതി P. ജയരാജനെ കുറിച്ച് പുറത്തിറക്കിയ കണ്ണൂരിൻ താരകമല്ലോ എന്ന ഗാനം വിവാദമായിരുന്നു. വ്യക്തിപൂജയിൽ P. ജയരാജൻ ജാഗ്രത കാട്ടിയില്ലെന്ന് വിമർശിച്ച സംസ്ഥാന സമിതി കമ്മീഷനെയും നിയോഗിച്ചിരുന്നു. ന്യൂസ് 18 കണ്ണൂർ. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ കുത്തിയ കേസിൽ പ്രതി പിടിയിലായി. ബാന്ദ്ര പോലീസ് സ്റ്റേഷനിൽ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഇയാളുടെ വിശദാംശങ്ങൾ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഷാരൂഖ് ഖാന്റെ വീട്ടിലും മോഷണം നടത്താൻ ശ്രമം നടത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ചികിത്സയിൽ കഴിയുന്ന സെയ്ഫിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. 3 ദിവസത്തിനുള്ളിൽ താരത്തിന് ആശുപത്രി വിടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കാർത്തിക് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. കാർത്തിക്, CCTV ദൃശ്യത്തിൽ പ്രതിയുടെ പടമുണ്ടായിരുന്നു. അപ്പോൾ ഈ ദൃശ്യത്തിൽ കണ്ടയാളെയാണോ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്? ഒരു വിവരവും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലേ? മുംബൈ പോലീസാണ് ഇയാളെ പിടികൂടിയത്. എന്നാൽ ഇയാളുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച യാതൊരു വിവരവും പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ കുത്തിയ ശേഷം ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് സ്റ്റെയർ കേസിലൂടെ ഈ പ്രതി താഴേക്ക് പോകുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ലഭിച്ചിരുന്നു. ഇന്ന് ബാന്ദ്ര റെയിൽവേ സ്റ്റേഷന്റെ സമീപത്ത് നിന്നാണ് ഇത്തരത്തിൽ സംശയിക്കുന്ന ഒരാളെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം CCTVയിൽ വന്ന ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ഇന്ന് പിടിയിലായ ആരുടെ ദൃശ്യങ്ങളും ഏറെക്കുറെ സമാനമാണ്. കഴിഞ്ഞ ദിവസം സ്റ്റെയർ കേസിലൂടെ ഇറങ്ങിപ്പോയ പ്രതിയെ തിരിച്ചറിയാനുള്ള പ്രധാന ഐഡന്റിറ്റികൾ അദ്ദേഹം ധരിച്ചിരുന്ന ബ്രൗൺ ഷർട്ട്, അതോടൊപ്പം തന്നെ കഴുത്തിലുണ്ടായിരുന്ന ചുവന്ന സ്കാർഫ്, തോളിലൊരു ബാഗ്. എന്നാൽ സമാനമായ ബാഗും സമാനമായ വസ്ത്രങ്ങളും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പോലീസ് ഈ പ്രതിയെയും കൊണ്ട്
നിലവിൽ ഇന്നലെ സംഭവം നടന്ന സ്ഥലത്തെത്തി വിശദമായ പരിശോധനകൾ നടത്തി. ഫോറൻസിക് പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിനുശേഷമാകും പ്രതിയുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ മുംബൈ പോലീസ് പുറത്തുവിടുക. എന്തായാലും ഇദ്ദേഹം തന്നെയാണ് പ്രതി എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് പുറത്തു വരുന്നത് കഴിഞ്ഞയാഴ്ച ഷാറൂഖ് ഖാന്റെ വീട്ടിലും സമാനമായി ഇത്തരത്തിൽ ഒരു മോഷണ ശ്രമത്തിന് ഇയാൾ പദ്ധതിയിട്ടിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. എങ്കിൽ കൂടിയും ഇയാൾ തന്നെയാണ് കൃത്യം നടത്തിയത് എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. മറ്റൊന്ന് സെയ്ഫ് അലി ഖാന്റെ മൊഴി കൂടിയാണ് ഇക്കാര്യത്തിൽ ഈ കേസിൽ ഇനി എടുക്കേണ്ടത്. അദ്ദേഹത്തെ ഇന്ന് തന്നെ ICUവിൽ നിന്ന് റൂമിലേക്ക് മാറ്റുകയും ചെയ്യും. റൂമിലേക്ക് മാറ്റിയാൽ സെയ്ഫ് അലി ഖാന്റെ മൊഴി രേഖപ്പെടുത്തും. കഴിഞ്ഞ ദിവസം സെയ്ഫ് അലി ഖാന്റെ വീട്ടിലെ ജീവനക്കാരി അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അടക്കമുള്ളവരിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. സുരക്ഷാ ജീവനക്കാരിൽ നിന്നും അടക്കം മൊഴിയെടുത്തിരുന്നു. സെയ്ഫ് അലി ഖാന്റെ മൊഴി കൂടി എടുത്ത ശേഷമാകും ഇക്കാര്യത്തിൽ ഒരു നിർണായക വഴിത്തിരിവ് ഉണ്ടാവുക. സ്വാഭാവികമായും വരും മണിക്കൂറുകളിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഉണ്ടാകുമെന്നും 10 ദിവസത്തെ കസ്റ്റഡിയിൽ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഇദ്ദേഹത്തെ ആവശ്യപ്പെടും മുംബൈ പോലീസ് എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മഞ്ജുഷ്. ശരി, കാർത്തികാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സംസ്കാരം ഇന്ന് നടക്കും. മഹാസമാധി നടത്താനാണ് ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം. കുടുംബത്തിന്റെ മൊഴി പോലീസ് വീണ്ടും എടുക്കും. ഗോപൻ സ്വാമിയുടെ രാസപരിശോധനാ ഫലവും ഇക്കാര്യത്തിൽ നിർണായകമാണ്. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, മോർച്ചറിയിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് എടുത്തോ? എപ്പോഴാണ് ഈ മഹാസമാധി എന്ന രീതിയിൽ ഈ സംസ്കാരം നടക്കുക? മഞ്ജുഷ 2 മണിക്കായിരിക്കും നിംസ് ആശുപത്രിയുടെ മോർച്ചറിയിൽ നിന്ന് ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തേക്ക് എത്തിക്കുക. അകത്ത് സ്വാമിമാരുടെ നേതൃത്വത്തിൽ ഈ സമാധി ഇരുത്തുന്ന മൃതദേഹം ഏത് തരത്തിലാണോ വെക്കുന്നത് അതേ രീതിയിൽ അലങ്കരിച്ചൊരുക്കി പുറത്ത് രഥത്തിലേക്ക് മാറ്റി ഇവിടെ നിന്ന് രഥത്തിൽ നാമജപ യാത്രയായി പദയാത്രയായി ആറാലുമൂട് കാവുവിളാകത്തുള്ള കൈലാസനാഥ ക്ഷേത്രത്തോട് ചേർന്നുള്ള വീട്ടിലേക്ക് എത്തിക്കുകയായിരിക്കും. അവിടെ നിന്നായിരിക്കും ക്ഷേത്രത്തോട് ചേർന്നുള്ള പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന സമാധി പീഠത്തിൽ ഋഷിപീഠത്തിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിന് ഹിന്ദു ഐക്യവേദിയുടെയും മറ്റ് ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ നടക്കുന്നത്. വീട്ടിൽ മുമ്പിൽ കഴിഞ്ഞ ദിവസം സമാധി സ്ഥലം പൊളിച്ചായിരുന്നു മൃതദേഹം പുറത്തെടുത്തത്. ആ സ്ഥലത്തിപ്പോൾ പ്രത്യേകമായൊരു പീഠം തയ്യാറാക്കിയിരിക്കുകയാണ്. ആ സമാധി പീഠത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ നടക്കുക. അവിടെ കഴിഞ്ഞ ദിവസം എങ്ങനെയാണോ ഈ മൃതദേഹം പുറത്തെടുത്തത് അപ്പോഴത്തേതിന് സമാനമായി ഭസ്മവും കർപ്പൂരവും മറ്റ് പൂജാ വസ്തുക്കളും കൊണ്ട് മൃതദേഹം മൂടി അവിടെ സമാധി ചെയ്യുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ. ഒരുപക്ഷെ കേരളത്തിൽ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ലാത്ത തരത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ചില ആകാംക്ഷ ഉണർത്തുന്ന കാഴ്ചകൾക്ക് ഈ ആശുപത്രിയുടെ പരിസരവും ഈ വീടും കൈലാസനാഥ ക്ഷേത്ര പരിസരവും ആറാലുമൂട് എന്ന സ്ഥലവും കൊച്ചു ഗ്രാമവുമൊക്കെ അല്പസമയത്തിനകം സാക്ഷ്യം വഹിക്കും. 2 മണിക്ക് മോർച്ചറിയിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് എത്തിക്കും. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന AITUCയുടെ മാർച്ചിൽ റോഡ് തടഞ്ഞതിൽ പ്രവർത്തകർക്കെതിരെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പ്രവർത്തകരെ പരസ്യമായി ശകാരിച്ച ബിനോയ് വിശ്വം മാർച്ചിനായി സ്ഥാപിച്ച വേദി പൊളിച്ചു മാറ്റാനും ആവശ്യപ്പെട്ടു. ആ ദൃശ്യങ്ങൾ കാണും. സെക്രട്ടേറിയറ്റ് മുന്നിലേക്കാണ് ഇന്ന് AITUCയുടെ വലിയ സമരം നടന്നത്. അതിനിടയിലാണ് ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി BB അരുൺ ചേരുകയാണ്. അരുൺ, റോഡിലാണോ ഇങ്ങനെ വേദി ഉയർന്നത്? അതാണോ ഇപ്പോൾ ബിനോയ് വിശ്വം പ്രകോപിതനാകാൻ കാരണം? മനുഷ്യ സെക്രട്ടേറിയറ്റിന്റെ മുൻവശത്തുള്ള ഗേറ്റിന് മുന്നിൽ, അതായത് 2ാമത്തെ ഗേറ്റിൽ പങ്കജ് ഗേറ്റിന് സമീപത്താണ് ഒരു താൽക്കാലിക സ്റ്റേജ്, ചെറിയൊരു പ്ലാറ്റ്ഫോം, ഒരാൾക്ക് പ്രസംഗിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ് സമരത്തിന്റെ ഭാഗമായി AITUC നിർമ്മിച്ചത്. പക്ഷേ ബിനോയ് വിശ്വം അത് അംഗീകരിച്ചില്ല. കോടതി ഇത്രയധികം വിമർശനം, ജോയിന്റ് കൗൺസിലിന്റെ കഴിഞ്ഞ സമരത്തിൽ ഏതാണ്ട് സമാനമായ സ്ഥലത്താണ് സ്റ്റേജ് നിർമ്മിക്കുക, അത് കേസാവുകയും കോടതി അവരെ ബിനോയ് ഉൾപ്പെടെ വിളിപ്പിക്കുകയും ചെയ്തത്. അതിനിടയിലാണ് ഇന്ന് AITUC വലിയൊരു സമരത്തിന്റെ ഭാഗമായി ഒരു സ്റ്റേജ് നിർമ്മിച്ചത്. ഒരു പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിൽ പറയാൻ തരത്തിലുള്ള, നേരത്തെ ഉള്ളതുപോലെ വലിയ സ്റ്റേജ് ഒന്നും ആയിരുന്നില്ല. പക്ഷേ അത് അംഗീകരിക്കാനാണ് കടുത്ത നിലപാടാണ് CPI സംസ്ഥാന സെക്രട്ടറി സ്വീകരിച്ചത്. സംസ്ഥാന സെക്രട്ടറി പ്രവർത്തകരെ ശകാരിച്ചു. തുടർന്ന് പ്രവർത്തകർ സ്റ്റേജ് പൊളിച്ചു മാറ്റി 25,000 കസേരകൾ സമരത്തിന്റെ ഭാഗമായി റോഡിൽ ഇടാൻ തീരുമാനിച്ചത്. പക്ഷെ അത് ഒഴിവാക്കി ഏതായാലും 50 or 60 കസേര മാത്രമിട്ടാണ് സമരം നടത്തിയത്. കടുത്ത നിലപാട്, ശക്തമായ നിലപാട് ബിനോയ് സ്വീകരിച്ചത് തുടർന്നാണ്
A2C അങ്ങനെ സ്റ്റേജ് കെട്ടി വലിയ രീതിയിൽ റോഡ് തടഞ്ഞുകൊണ്ട് സമരത്തിന് പിന്മാറുന്നെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരുന്നു. സെക്രട്ടറി MG റോഡിന്റെ ഒരു വശത്തുകൂടി മാത്രമായിരുന്നു ഗതാഗതം സാധ്യമായിരുന്നു. വലിയൊരു സമരമായിരുന്നു. 1 ലക്ഷത്തോളം പേർ പങ്കെടുക്കുമെന്ന് A2C അറിയിച്ച സമരം, നൂറുകണക്കിന് പേർ സമരത്തിൽ പങ്കെടുത്തു. അതിന്റെ ഭാഗമായുള്ള ഗതാഗത കുരുക്ക് സ്റ്റാച്യുവിൽ മണിക്കൂറുകളോളം ഉണ്ടായി. ശരി, BB അരുണാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് ഒരു പരാമർശവും വന്നിട്ടുണ്ട്. റോഡ് അടച്ച് ഗതാഗത തടസ്സമുണ്ടാക്കുന്ന സംഭവങ്ങളിൽ നടപടിയെടുക്കാൻ സ്ഥിരമായ സംവിധാനം വേണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. ഓരോ പരിപാടിക്കും ശേഷം കോടതി അലക്ഷ്യ നടപടിയെടുക്കാനാവില്ല. കോടതി അലക്ഷ്യ നടപടിയല്ല പ്രതിവിധിയെന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയുണ്ടായി. സർക്കാരിന്റെ ഉത്തരവാദിത്തമാണിത്. സർക്കാർ ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്.